ഇപ്പോൾ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലെ എണീറ്റു. ഇപ്പോൾ പള്ളിയിലേക്കുള്ള പോക്കാണ്. അപ്പോൾ എൻ്റെ വണ്ടി ബാക്കിൽ കിടക്കുന്നുണ്ട്, ചുവന്ന വണ്ടി എടുത്തില്ല, നടന്നങ്ങ് പോവുകയാണ്. ബാഗ് വിളിക്കുന്നുണ്ട്. പള്ളിയിൽ നടന്ന് പള്ളിയിലെത്താറായി. പള്ളിയിലേക്ക് കയറി. ഇതൊക്കെ കഴിഞ്ഞു റൂമിലെത്തി. അടുത്ത ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡ്യൂട്ടിയെ കഴിഞ്ഞു തിരിച്ചെത്തി, കുറച്ച് റെസ്റ്റ് എടുത്തു, കുളിച്ചു വന്നു. ഇനി അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. അപ്പോൾ അതിലേക്കുള്ള തയ്യാറെടുപ്പാണ്. കുറച്ച് അത്തറൊക്കെ പൂശി പുറത്തിറങ്ങി. ഇപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ്. സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാം. അപ്പോൾ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പള്ളി എത്തി. എല്ലാം ആൾക്കാരൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ബാങ്ക് വിളിക്കാറായി വരുന്നു. അപ്പോൾ നോമ്പൊക്കെ തുറന്നു. റൂമിലെത്തി ഒരു ചായയൊക്കെ വെച്ചു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഡ്യൂട്ടിക്ക് സമയമായി. പുറത്തിറങ്ങി അടുത്ത ഡ്യൂട്ടിക്ക് തയ്യാറായി പോവുകയാണ്. ഇനി വഴിയിൽ എൻ്റെ കൂടെ ഉള്ള ഒരു ചങ്ങാതിയും കൂടെ എടുക്കണം. അപ്പോൾ അവൻ വന്നു. ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ കച്ചവട സ്ഥലത്തെത്തി. ഇതാണ് കച്ചവട സ്ഥലം. സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിനകത്ത് സാധനങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാമത് കൂടെ സെറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ ഞാൻ റൂമിലേക്കാണ്. അതിന് മുന്നേ ഇപ്പോൾ ലുലുവിലൊന്ന് കയറണം. അപ്പോൾ വണ്ടി ഇപ്പുറത്തെ സൈഡ് പാർക്ക് ചെയ്തു. നടന്നപ്പുറത്ത് പോയി ലുലുവിനകത്ത് കയറി. നേരെ മേളിൽ കയറി. താഴത്തെ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ അതിനകത്ത് കയറി സ്പ്രേ ഒക്കെ നോക്കി. എല്ലാത്തിനും ഓഫറുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി അങ്ങനെ നടക്കുകയാണ്. ഡോവിൻ്റെ സോപ്പിന് ഓഫറുണ്ട്. പിന്നെ റമദാൻ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ അങ്ങനെ നിരത്തിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് നേരെ മേളിൽ കയറി. മേളിലാണ് ഇലക്ട്രോണിക് സാധനങ്ങളും തുണിത്തരങ്ങളെല്ലാം മേളിലാണ്. അപ്പം നേരെ മേളിൽ കയറി ഷർട്ടൊക്കെ ഒന്ന് നോക്കി അങ്ങനെ നടക്കുകയാണ്. പുതിയ മോഡൽ ഷർട്ടുകളൊക്കെ എത്തിയിട്ടുണ്ട് റമദാൻ പ്രമാണിച്ച്. അപ്പോൾ അതൊക്കെ നോക്കൽ മാത്രമേ ഉള്ളൂ, വാങ്ങലൊന്നുമില്ല. വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ മാസാവസാനം കാശ് അയക്കാൻ പറ്റില്ല, പിള്ളേർ പട്ടിണിയാവും. അതുകൊണ്ട് ഇതെല്ലാം കറങ്ങി ചുറ്റി നോക്കി നടക്കുകയാണ്. പർച്ചേസൊക്കെ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നോക്കി ഇലക്ട്രോണിക് സാധനങ്ങളെത്തി. പവർ ബാങ്കാണ്, ഓഫറുണ്ട്. ഫിലിപ്സിൻ്റെ പവർ ബാങ്ക് 49 റിയാൽ. സെൽഫി സ്റ്റിക്ക് 49 റിയാൽ. അതിനെല്ലാം ഓഫറാണ്. അതെല്ലാം കണ്ട് താഴത്തിറങ്ങുകയാണ്. നേരെ റൂമിലാണ്. ഇന്നത്തെ പണി അങ്ങനെ ഞാൻ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് വരാം.